അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോയമ്പത്തൂരാണ് കേട്ടോ. കോയമ്പത്തൂർ ഒരു ഹോസ്റ്റലിൽ ഒരു അടുപ്പ് സെറ്റ് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിലാണ് നമുക്ക് കിച്ചൺ ഉള്ളത്. അപ്പോൾ നിലവിൽ അവർക്ക് ഗ്യാസ് വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഗ്യാസിൻ്റെ ഒരു പ്രതിസന്ധി കാരണം അവർ നമ്മളെ കോയമ്പത്തൂർ തന്നെ റോക്കറ്റ് ഓൺ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പട്ടാമ്പി അടുപ്പ് വേണം പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു സത്യത്തിൽ പട്ടാമ്പിക്കാരനെയാണ് ഇവിടെ വന്ന് സെറ്റിലായതാണ്. അപ്പോൾ ഇവിടേക്കുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ പിന്നെ മറ്റുള്ള വണ്ടികളിലാണ് വരാറ്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഈ പൈപ്പും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നുള്ളത് കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയാണ്. കോയമ്പത്തൂർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്തൊക്കെയാണ് അതായത് വന്നതാണ്. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാ എന്തായാലും വർക്കിൻ്റെ ഭാഗങ്ങളായിട്ട് ബാക്കി കാണാം കേട്ടോ. അങ്ങനെ നമ്മളേ പുറകുവശത്ത് ഇവിടെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ബോക്സ് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ലാബിൻ്റെ മുകളിലാണ് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിവിടെ വാങ്ങിയിരിക്കുന്ന റോക്കറ്റ് ഓവനാണ്. ഇൻഷാ അല്ലാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഓക്കെ, അപ്പോഴേ നമ്മളിവിടെ കോയമ്പത്തൂർ ഈ ഹോസ്റ്റലിലുള്ള ഇവിടെ ഉപയോഗിക്കുന്നതേ റോക്കറ്റ് അടുപ്പാണ് കേട്ടോ. ഓക്കെ, ഇത് കത്തിക്കുന്ന സിസ്റ്റമാണ് ഇങ്ങനെയുള്ളത്. ഇതിനകത്ത് വെക്കുന്ന വിറകുകളെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വിറകുകളുടെ പീസുകളാണ് കേട്ടോ. ചെറിയ വിറകുകളുടെ പീസുകൾ ഇങ്ങനെ ഇടും, എന്നിട്ട് അതിനകത്ത് മെല്ലെ തീ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഫാൻ യൂസ് ചെയ്യൂല്ലേ? ഇൻഷാ അല്ലാ ഒന്ന് കത്തിക്ക് കണ്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് ഫാനാണ്, ഈ ഫാൻ ലൈറ്റ് തിരിച്ചു. അതാണ് അതിൻ്റെ ബ്ലോവർ അല്ലേ? തിരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം പോയില്ലോ, അതുപോലെ ശരിയായിക്കോളും. ഇത് കാലിച്ചുമ്പോൾ വെക്കുന്നു, അതിനകത്ത് വെള്ളം വെക്ക്. പിന്നെ ഈ ഒരു സ്റ്റവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ ഈ സ്റ്റവ് ഇങ്ങനെ മൂവ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ വിറക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഇതിനകത്ത് വിറകിട്ടതിൻ്റെ ശേഷം, അതായത് ഇതിനകത്ത് ഇങ്ങനെ വിറകിട്ടതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ പാത്രം വെക്കുന്ന ഇടത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരും ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തിരക്കില്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ പുകയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു പരാജയമുള്ളൂ. ബാക്കി കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ആയിക്കോട്ടെ കേട്ടോ. നമ്മൾ ഈ ഷീറ്റിൻ്റെ സൈഡിലാണ് കേട്ടോ ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇവിടെ ചമരാണ് വരാറ്, ഇവിടെ അങ്ങനെ ഷീറ്റാണുള്ളത്. എന്തായാലും നമ്മൾ ഈ സ്ലാബിനെ നേരെ അകത്തേക്ക് നമ്മൾ അടുപ്പ് വെക്കുന്ന സ്ലാബിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഷീറ്റ് തുളച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ കോയമ്പത്തൂർ എത്താൻ തന്നെ ഒരുപാട് ലേറ്റായിരുന്നു. ഇപ്പോൾ ഏകദേശം വർക്ക് തീരാനായതിന് മാരുവ്യം കൊടുത്തു തുടങ്ങി. എന്തായാലും നമ്മൾ വർക്ക് ഏകദേശം ഒരു 90% ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് ലീക്കില്ലാത്ത രൂപത്തിൽ നമ്മൾ അടക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഷീറ്റ് നമ്മൾ ഈ വക്ക് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ചെതറിയിട്ട് ഇങ്ങനെ കീറും. അതായത് ഇങ്ങനെ ഒരു ഇതുപോലെ നമ്മൾ ഗ്രിപ്പിട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കോട്ടൺ തുണി സിമെൻറ്റിൽ മിക്സ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ അടക്കാറ്. ഇത് ലീക്ക് വരിക കാര്യങ്ങളൊന്നും സംഭവിക്കില്ല കേട്ടോ. കാരണം അടച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ചവിട്ടാതിരുന്നാൽ മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന കോയമ്പത്തൂരത്തെ ഈ സൈറ്റ്. ഇൻഷാ അല്ലാ ബാക്കി കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോഴ്സ്. ഇതിവിടെ ഇങ്ങനെ സ്പീഡ് കുറക്കണതിനനുസരിച്ചിട്ട് ഇതെന്താ ഫ്ലെയിം വളരെയധികം സ്ലോ ആയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര ഫോഴ്സിലായി മാറും കേട്ടോ. ഓക്കെ, എന്താ സൗണ്ടിൽ തന്നെ വ്യത്യാസം കണ്ടോ? നല്ല ഫോഴ്സിലാണ് പെട്ടെന്ന് കുക്കിംഗ് ആയി. ഏകദേശം 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ അല്ലേ, ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ശരിക്ക് ഒരു 5 ലിറ്റർ വെള്ളമൊക്കെ 10 മിനിറ്റ് കൊണ്ടൊക്കെ തിളച്ച് കിട്ടും. തിരക്കിടില്ല, നല്ലൊരു അടുപ്പ് കേട്ടോ. നല്ലൊരു അടുപ്പാണിത്. ഇതിങ്ങനെ നീക്കാട്ടോ, ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുക. ഇത് നമ്മൾ ഇതിനകത്ത് വിറകിടാൻ, ഇപ്പോൾ നമ്മൾ ഈ അടുപ്പിൻ്റെയൊക്കെ ഈ വിറകിടുന്നത് ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വിറകിടുന്നത് ഈ വഴിയാണ്. പക്ഷേ നമ്മൾ പാത്രം ഇരിക്കുന്ന സമയത്ത്, ഇതേമാതിരി പാത്രം ഇരിക്കുന്ന സമയത്ത് വിറകിടാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലിവർ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ഇടും കേട്ടോ. ഓക്കെ, എന്തായാലും അടുപ്പ് അടിപൊളിയാണ്. ഉള്ളതുപോലെ പറയണം. പക്ഷെ ചെറിയ പുകട് മാത്രം വിഷയം വരുന്നുണ്ട്. അത് ഫസ്റ്റ് ടൈമിൽ മാത്രമേ ഉള്ളൂ, കഴിഞ്ഞില്ല കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ ഈ അടുപ്പോട് ഉപയോഗിച്ചിട്ട് ഇൻഷാ അല്ലാ അവരെ ഫീഡ്ബാക്ക് പറയും.
അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷായിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ഈ 9-12 അളവിൽ ജിന്ദാളിൻ്റെ സ്റ്റീൽ വെച്ചിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി അടുപ്പാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇവിടുത്തെ അടുപ്പ് ഉപയോഗിച്ചിട്ട് ഇവർ റിസൾട്ട് പറയട്ടെ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡായിരിക്കുന്ന റോക്കറ്റ് അടുപ്പ്. എന്തായാലും നമ്മളിവിടെ വർക്ക് കഴിഞ്ഞ് പോകാൻ കുറച്ച് ടൈം ഒഴുകി. പിന്നെ ഇതാണ് നമ്മൾ നെസീർക്ക. അപ്പോൾ ഇവിടെ ഫർണിച്ചറിൻ്റെ വർക്കാണ്ട് മുപ്പര്. അപ്പോൾ എന്തായാലും ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, പട്ടാമ്പിയിൽ നിന്നാണ്. ഇവർ കോയമ്പത്തൂർക്കാരാണ്. പക്ഷേ സംസാരത്തിൽ മലയാളിയാണോ കോയമ്പത്തൂർക്കാരനാണെന്ന് മനസ്സിലാവില്ല. എന്തായാലും അൽഹംദുലില്ലാ ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരൻ. പക്ഷേ കുളിക്കാൻ പോയിരിക്കുകയാണ്. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നാട്ടുകാരൻ കിട്ടാം. അപ്പോൾ ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും.